ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞാനിന്നുള്ളത് എൻ്റെ സ്വന്തം നാടായ പത്തനംതിട്ടയാണ് കേട്ടോ. ഞാൻ വീട്ടിൽ വരാമെന്നാണ്. അപ്പോൾ നമ്മളിന്ന് ഒരു വഴി വരെ പോവുകയാണ്. ഇതെൻ്റെ സിസ്റ്ററാണ് കേട്ടോ, ഇളയ സിസ്റ്റർ. അപ്പം ഞാൻ ഇന്ന് പത്തനംതിട്ട വന്നു. അതിൻ്റെ അമ്മയാണ്. പത്തനംതിട്ട ഞാനൊരു ചെറിയ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിന് വന്നതിന് ശേഷം അവിടെ ഒരു വീട്, ഞങ്ങൾ ബസ് താമസിക്കുന്ന വീടാണ്. ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് നെല്ലിക്കാല എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. അപ്പോൾ അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നു. പിന്നെ ഇപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നാൽ ശരി, മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് പോയി നോക്കിയ പണിയൊക്കെ എന്തോ നോക്കാൻ പറഞ്ഞു. നീ വാടാൻ പറഞ്ഞ് എന്നെ അമ്മയെ വിളിച്ചുകൊണ്ട് ഞങ്ങളങ്ങനെ ഞങ്ങൾ വേറെ വഴി പോയതായിരുന്നു. ഒന്നിച്ചപ്പം ശരി നമ്മളവരെ പോയിട്ട് വരാമെന്നത് ഞങ്ങളങ്ങനെ അവിടെ വീട്ടിലേക്ക് പോയി. നമ്മൾ പത്തനംതിട്ട കൂടെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച്, അതായത് പത്തനംതിട്ട തിരുവല്ല റോഡിൻ്റെ ജംഗ്ഷനാണ്. അത് മെയിൻ ജംഗ്ഷനാണത്. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് കോഴഞ്ചേരി റോഡിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പകുതിക്കാണ് നമ്മൾ കാര്യം ഓർത്തത്. ഒരു സാധനം എടുക്കാൻ മറന്നു. നമ്മൾ വീണ്ടും തിരിച്ചു വന്ന് വീണ്ടും ഈ കാണുന്നത് പത്തനംതിട്ട ടൗണിൻ്റെ മധ്യഭാഗത്തുള്ള കുരിശ്ശേരി. പിന്നെ ഈ ഏറ്റവും മധ്യഭാഗത്ത് നിൽക്കുന്ന സംഭവമാണിത്. മിസ്റ്റർ ഗാന്ധിജി അപ്പൂപ്പൻ. നമ്മുടെ അപ്പൂപ്പൻ വർഷങ്ങളായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നതാണ്. അവിടെ ശില നിർത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ പത്തനംതിട്ട ടൗണിൻ്റെ പ്രത്യേക ഭാഗം. നമ്മളിങ്ങനെ വീണ്ടും അതേ റിംഗ് റോഡിൽ തന്നെ വരുന്നു. അപ്പം വന്ന് നമ്മൾ അവിടെ വീട്ടിലേക്ക് പോവുകയാണ്. ഫൈനലി നമ്മൾ വീണ്ടും ഇത് ഈ സ്ഥലം അറിയാമോ? ഇതാണ് മാക്കാൻകുന്ന് പള്ളി. ജംഗ്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വന്നു. അങ്ങനെ അവളുടെ വീട്ടിലെത്തിച്ചേർന്നതാണ്. ഇതാണ് അവളുടെ വീട്. ഇവിടെ എല്ലാം അനുകൂലമായി കിടക്കുകയാണ്. അവിടെ അവളുടെ ഭാഗത്തൊക്കെ മെയിൻ്റനൻസിൻ്റെ നടന്നുകൊണ്ടിരിക്കുകയാണ്, പെയിൻറ്റിങ്ങൊക്കെ. ഇത് മീൻ വളർത്തുന്ന ഒരു ഇതാണ് പോകുന്നത് കേട്ടോ. പിന്നെ ഒരു മാവുണ്ട്. മാങ്ങ നല്ല വലിയ മാങ്ങയാണ് കേട്ടോ. മാങ്ങ ചെടികളൊക്കെ ഉണങ്ങിപ്പോയി. നേരത്തെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ചെടികളൊക്കെ ഉണങ്ങിപ്പോയി. അവിടെ ഇപ്പം താമസമില്ല. അപ്പോൾ അതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്തതാണ്. വീണ്ടും കടയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിൽ വിൽക്കാനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് അവർ എറണാകുളത്തേക്ക് സെറ്റിലായിട്ടുണ്ട്. കാരണം ഇത് വെറുതെ കിട്ടണ്ട എന്ന് പറഞ്ഞാൽ. അപ്പോൾ വീണ്ടും നമ്മൾ അവിടെ നിന്നപ്പോഴാണ് മാങ്ങ കണ്ടത്. എന്ത് വലിയ മാങ്ങയാണെന്ന് കപ്പ മാങ്ങ. അങ്ങനെ അവിടെ തിരിച്ചു വരുമ്പോഴാണ് കാറിന് അവിടെ EV-യാണ് വണ്ടി. വോൾവോ C40 എന്ന് പറയുന്ന കാറാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പം ചാർജ് തീരെ കുറവായിരുന്നു, 12% ഉള്ളൂ. ശരി, അങ്ങനെ വന്നപ്പോൾ പത്തനംതിട്ട നമ്മുടെ എവർഗ്രീൻ്റെ അവിടെ ഹോട്ടലിൻ്റെ അവിടെ ഒരു ചാർജിങ് സ്പോട്ടുണ്ട്. അവിടെ നമ്മൾ പോയിട്ട് വണ്ടി ചാർജിന് ഇട്ടപ്പെട്ട് പറഞ്ഞ് ശരി എന്നാൽ ചാർജ് കയറുന്നവരെ ഒരു 15 മിനിറ്റ് ഇട്ടാൽ മതി, 10-20% കയറും, അത് മതി എറണാകുളത്ത് പോകാനവിടെ. അങ്ങനെ ഇട്ടു. എന്നാൽ ശരി, ആ സമയം കൊണ്ട് ചായ കുടിച്ചേക്കാൻ പറഞ്ഞ് ഞങ്ങൾ എവർഗ്രീൻ കോണ്ടിനെൻ്റിലേക്ക് കയറി. നേരത്തെ 11 വർഷമായി ഹോട്ടൽ ആരംഭിച്ചിട്ട്. അന്നത്തെ ടോപ്പ് ഹോട്ടലായിരുന്നു. ഇപ്പോഴും അത്ര മോശമൊന്നുമല്ല. ഇവിടുത്തെ ഏറ്റവും ടേസ്റ്റി കുറവുള്ള ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മട്ടൻ ചാപ്സും പൊറോട്ടയുമായിരുന്നു. അപ്പം ഇതൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ ചായ ഓർഡർ ചെയ്തു. ചായ വന്നിട്ടുണ്ട്. ശരി, അപ്പോൾ കഴിക്കാൻ എന്താ വേണമെന്ന് ചോദിച്ചു. നമ്മൾ ശരി, പരിപ്പ് വടയും കൊഴുക്കട്ടയും ഓർഡർ ചെയ്തു. കൊഴുക്കട്ട എന്നാണ് ഇവിടെ ഞങ്ങൾ പറയുന്നത് കേട്ടോ. ഇത് എൻ്റെ സിസ്റ്ററാണ്, എൻ്റെ സിസ്റ്ററാണ്, എറണാകുളത്താണ്. ഇതെൻ്റെ അമ്മയാണ്. അപ്പം വഴിയെടുക്കുന്ന കളിയാക്കിയാണ് കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങളവിടെ നിന്ന് സ്ഥലം കാങ്ങിലേക്കുള്ള വഴിയാണ്. അപ്പോഴത്തേക്ക് ചാർജ് കയറി. ഇതാണ് കൊഴുക്കട്ട എന്ന് പറയുന്ന സാധനം. പരിപ്പുടയെന്ന് വാങ്ങി. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമുക്ക് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ തിരിച്ച് എറണാകുളത്ത് പോകണമെന്ന് പറഞ്ഞു. ഇപ്പം മോനെ തിരിച്ച് കോളേജിൽ വരുന്ന സമയമാകുമ്പോഴത്തേനും ചെല്ലണം. അതുകൊണ്ട് പുറപ്പെടുക എന്ന് പറഞ്ഞ് പുറപ്പെടാനുള്ള പരിപാടിയാണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.